തനി ഗ്രാമീണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടല്ലൂര് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ ഗ്രാമമാണ്. MT വാസുദേവൻ നായർ എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഓരോ മലയാളിയെ സംബന്ധിച്ചും മലയാളിയുടെ പ്രതിരൂപമായി കാണാൻ കഴിയുന്ന ആളാണ്. രക്തം പുരണ്ട മണൽത്തരികളാണ് MTയുടെ ആദ്യത്തെ കഥാപുസ്തകം. 1954 ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ എഴുതി ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് MT വാസുദേവൻ നായർ അടയാളപ്പെടുത്തപ്പെടുന്നത്. ഇപ്പോൾ ശ്രീ KP രാമനുണ്ണി ഉണ്ട്. ശ്രീ KP രാമനുണ്ണി, മലയാളത്തെ സംബന്ധിച്ചും മലയാള ഭാഷയെ സംബന്ധിച്ചും MT ആരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മലയാളികളോട് പറഞ്ഞു കൊടുക്കേണ്ട എന്ന്. കാരണം MTയെ വായിക്കാത്ത, MTയെ അറിയാത്ത മലയാളി ഉണ്ടാവില്ല. നമ്മുടെ ഭാഷാ ചരിത്രത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അങ്ങ് എങ്ങനെ വ്യക്തിപരമായി ഓർക്കുന്നു MTയെ? വ്യക്തിപരമായി MT ആയിട്ടുള്ള 20 വർഷം തുഞ്ചൻ സ്മാരകത്തിൽ ഒന്നിച്ച് ജോലി ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച, എൻ്റെ ജീവിതത്തിൽ വലിയൊരു സുഹൃതമായിരുന്ന കാലഘട്ടമായിരുന്നു അത്. എൻ്റെ ജീവിതത്തെ, എഴുത്ത് ജീവിതത്തെ, എൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിച്ച ജീവിതമായിരുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിനുപരിയായിട്ട് ഇപ്പോൾ മലയാളി അനുഭവിക്കുന്ന കാര്യം, എനിക്ക് തോന്നുന്നത് മഹാത്മജി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഓരോ മലയാളിയും അനുഭവിക്കുന്നത്. ആ വെളിച്ചം പോയി, ഇപ്പോഴെങ്ങും ഇരുട്ട് മാത്രം, ശൂന്യത മാത്രം എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞല്ലോ മഹാത്മജി തിരോധാനം സമയത്ത്. അതുപോലെയാണ് ഇപ്പോൾ ഓരോ മലയാളിയും അനുഭവിക്കുകയാണ്. ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു, ആ വെളിച്ചം നമുക്ക് നഷ്ടമായിരിക്കുന്നു. പക്ഷേ MT കൊളുത്തിയിട്ടുള്ള തിരുനാളം എല്ലാ കാലത്തും അണയാതെ ഉണ്ടാകും എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം MTയുടെ അക്ഷരങ്ങൾ, MT ആവാഹിച്ച കഥാപാത്രങ്ങൾ, അവർ അനശ്വരരായി ഇവിടെ ഉണ്ടാകും. മലയാള ചെറുകഥാ സാഹിത്യത്തെ സംബന്ധിച്ച് തച്ചൻ കൊത്തിവെച്ചതുപോലെയുള്ള ക്രാഫ്റ്റ് നമ്മൾ കണ്ടത് MT വാസുദേവൻ നായരുടെ കഥകളിലും കഥാപാത്രങ്ങളിലുമാണ്. MTയുടെ നിന്റെ ഓർമ്മയ്ക്ക്, ഓർക്കാത്തവരുണ്ടോ? MTയുടെ നിന്റെ ഓർമ്മയ്ക്ക് അതിനുശേഷം എഴുതിയ, അതിൻ്റെ ബാക്കി എന്നോണം എഴുതിയ കടുകണ്ണാവ, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ഷെർലക്, ഇതൊക്കെ മലയാളിയെ സംബന്ധിച്ച്, മലയാള ചെറുകഥാ സാഹിത്യത്തെ സംബന്ധിച്ച് ഈടുവയ്ക്കാവുന്ന അനശ്വരങ്ങളായ ചെറുകഥകൾ എന്ന് പറയാം. നോവൽ സാഹിത്യത്തെ സംബന്ധിച്ച് MTയുടെ നാലുകെട്ട്, MTയുടെ മഞ്ഞ് വായിക്കാത്ത മലയാളികൾ കുറവായിരിക്കും.